ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ കറി കൊണ്ടാണ്. നാടൻ ബീഫ് കറിയാണ്. അതും നല്ല കുറുകിയ ചാറായിട്ടുള്ള ഒരു ബീഫ് കറി. ഞാനിത് ഉണ്ടാക്കുന്നത് ഞങ്ങളെ കടയിലേക്ക് നെയ്പ്പത്തിലിന് കൊടുക്കാൻ വേണ്ടിയാണ്. നെയ്പ്പത്തിലും ബീഫ് കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്കൊട്ടും തന്നെ സമയം കളയാതെ ഈ നാടൻ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇപ്പം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിന് മല്ലിപ്പൊടിയാണ് കൂടുതൽ വരുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നല്ലതുപോലെ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയിട്ടെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. എല്ലാം ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഞാൻ 2 കിലോന് ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ബീഫ് കറി. അതിലേക്ക് ഞാൻ നമ്മൾ ചൂടാക്കിയ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നമ്മളെ പെരുംജീരകത്തിൻ്റെ പൊടിയാണിത്. അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർത്ത് 1 ടീസ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറിയായ പൊടിയായി എരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. നല്ലതുപോലെ കൈകൊണ്ട് ചമ്മണ്ടി എല്ലാം തന്നെ ഇറച്ചിയിൽ മസാല പിടിക്കുന്ന രൂപത്തിൽ കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഞാൻ എല്ലാം തന്നെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം 1 അരമണിക്കൂറോളം മസാല പിടിക്കാൻ നമുക്ക് മാറ്റി വെക്കാം. അതിന് 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്ത് ഉലുവ പൊട്ടി വരുമ്പോൾ ഒരു 10-22ഓളം നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്. അതും ചേർത്ത് കൊടുത്ത് ഉലുവയും ഉള്ളിയും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നല്ല കട്ടിയില്ലാതെ തന്നെ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. 4 ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉള്ളി അധികം വാടയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഒരു ലൈറ്റ് ചുവപ്പ് വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ വറക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച നമ്മളെ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് ഇറച്ചിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ട് വരും. നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഇറച്ചിയും തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഉള്ളിയും അതേപോലെ തന്നെ ബീഫും ഒക്കെ നല്ലതുപോലെ ആയിട്ട് വരണം. ഒരു 10 മിനിറ്റോളം തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിൽ കൂടുതലേ ഉണ്ടാകും, കുറവൊന്നും ഉണ്ടാവില്ല. അത്രയും തന്നെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 4 തക്കാളി, വലിയ തക്കാളി, ഒരു 6 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വാട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വേവിക്കുക. ഒരു 6 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറച്ചിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊക്കെ ചാറൊക്കെ നല്ലതുപോലെ കറിയൊക്കെ ഉണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്.
നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിയൊന്ന് വറ്റിച്ചെടുക്കാം. കാരണം നമ്മൾക്ക് നെയ്പ്പത്തിലിന് കൊടുക്കേണ്ട കറിയാണ്, അതുകൊണ്ട് തന്നെ ചാറ് അത്ര വേണ്ട കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊട്ടും നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നെയ്പ്പത്തിൽ മാത്രമല്ല, നെയ്ച്ചോറ്, ദോശ എന്തിനു വേണ്ടിയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിയാണ്. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ചൊന്ന് കൂട്ടിയാൽ ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുക്കില്ല, അത്ര വേണ്ട, അത് വെച്ചാൽ മതി. നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് നമ്മളെ കറി റെഡിയായി ഇനി ഓഫാക്കി വെക്കാം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും അസ്സലാമു അലൈക്കും. താങ്ക് യു.